ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി ഒരുപാട് സന്തോഷങ്ങൾ, ഒരുപാട് അമ്മമാരുടെ സ്നേഹം റോബിന് കിട്ടിയിട്ടുണ്ടെങ്കിലും കൊച്ചുകുട്ടികളും ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ടെങ്കിലും റോബിൻ ലൈഫിൽ ഏറ്റവും ഭാഗ്യമായിട്ട് വന്ന വേറെ വ്യക്തിയാണ് ആരതിപ്പൊടിയല്ലേ. അതെ. നിങ്ങളെ തെറ്റിക്കാൻ നോക്കിയിട്ടുണ്ടോ ആളുകൾ? പിന്നെ ഇഷ്ടം പോലെ ഡെയിലി ഉണ്ട്, ഡെയിലി 10 പെൻഷൻ വരാറുണ്ട്. രക്ഷപ്പെട്ടോ ഇവർക്കൊക്കെ ഞാൻ രക്ഷപ്പെട്ടോ എന്ന് പറയാനുള്ള കാരണം എന്തുവാ? എടാ അത് എനിക്ക് അറിഞ്ഞൂടാ. വെറുതെ ഇത് ആരൊക്കെ ചെയ്യുന്നെന്ന് പോലും അറിയാൻ വയ്യെന്ന്. അതല്ലേ പ്രശ്നം. വന്നിട്ട് ആരതിപ്പൊടി അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ്, പുള്ളിക്കാരൻ ഭയങ്കര അറഗൻ്റാണ്, റൂഡാണ്, ടോക്സിക് ആണ്, പുള്ളിക്കാരനെ വേണ്ട വിട്ടോ എന്ന് എത്ര മെൻഷനാ വരുന്നത്. അപ്പൊ ഈ ആരതിപ്പൊടി പേഴ്സണലി പറഞ്ഞിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇല്ല. ഇവരെന്നെ ഇങ്ങനെയൊക്കെ ഞാൻ പറയട്ടെ, എടാ എന്നെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരിക്ക്, മനസ്സിലായില്ലേ? ഭയങ്കര കാര്യമാണ്, നല്ല ഒച്ച, മനസ്സിലായില്ലേ? അതുകൊണ്ടല്ലേ ഇപ്പോഴും കൂടെ നിൽക്കുന്നത്. നമ്മുടെ കല്യാണം എന്തായാലും ഉടനെ ഉണ്ടാവുകയും ചെയ്യും. അപ്പം ഒരാളുടെ കല്യാണത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടും കൂടെ നിന്നിട്ട് ഇപ്പോഴും അത് നമ്മൾ തെറ്റിക്കാൻ പല സമയത്ത് ഇത് ചെയ്തിട്ടുണ്ട്, പിന്നെ നോക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മളൊക്കെ ഇടയിൽ വഴക്കുണ്ടാവാറുണ്ട്. എൻ്റെ ഭാഗത്ത് ചില സമയത്ത് മിസ്റ്റേക്ക് ഉണ്ടപ്പോൾ നമ്മളൊക്കെ ഇടയിൽ വഴക്കൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിനെ വെച്ചിട്ട് കുറച്ചുകൂടെ അത് എങ്ങനെയെങ്കിലും ബ്രേക്കപ്പ് ആക്കി ഇവർ തമ്മിൽ പിരിക്കണം എന്ന് ചിന്തിക്കുന്ന പലരും അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ? ഞങ്ങൾക്കിടയിൽ അവരെയൊക്കെ പിന്നീട് മനസ്സിലാക്കിയത് എപ്പോഴായിരുന്നു? എനിക്കറിയാം, ആരതി പാവമാണ്. അവർക്ക് ചില ആൾക്കാരൊക്കെ അങ്ങ് ബ്ലൈൻഡ്ലി അങ്ങ് വിശ്വസിച്ച് കളയും, മനസ്സിലായില്ലേ? പക്ഷേ ഞാൻ പറയും, ഞങ്ങൾക്കിടയിൽ ജെന്യൂൻ ആയിട്ടുള്ള സ്നേഹമുണ്ട്, ജെന്യൂൻ ആയിട്ടുള്ള വഴക്കുണ്ട്, ജെന്യൂൻ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുടെ പേരിൽ പറഞ്ഞ് നമ്മൾ വഴക്കുണ്ടായിട്ടുണ്ട്, മനസ്സിലായില്ലേ? എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കുള്ള ചില കാര്യങ്ങളുണ്ടായിട്ടുണ്ട്, അവളുടെ കാര്യത്തിലുണ്ട്. എൻ്റെ കാര്യത്തിലുള്ള ഒരു മിസ്റ്റേക്ക് വരുന്ന സമയത്ത് അത് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച ആൾക്കാരുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ആ സമയത്ത് സത്യം പറഞ്ഞാൽ അത് അവൾ നന്ദികേട് കാണിച്ചു, അവൾ ഇത്രയും നിന്നിട്ട് അവനെ വേണ്ടാന്ന് പറഞ്ഞ രീതിയിൽ പറഞ്ഞ കുറേ ആൾക്കാർ ഇതിൻ്റെ ഇടയ്ക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ഭാഗത്ത് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടാണ് അവൾ എൻ്റെ കൂടെ ദേഷ്യപ്പെട്ടത് എന്നുള്ളത് ആരും അവിടെ എന്ത് ചെയ്യുന്നില്ല, ചിന്തിക്കുന്നില്ല, മനസ്സിലായില്ല? അതുപോലെ തന്നെ ആരതിപ്പൊടി ഫോട്ടോ എങ്ങാണ്ട് റിമൂവ് ചെയ്തെന്ന് പറഞ്ഞ ന്യൂസ് വന്നായിരുന്നു. എവിടെ ഫോട്ടോ റിമൂവ് ചെയ്ത്? 1-2 ഫോട്ടോസ് മാത്രം, അത് പ്രൊഫൈൽ ഗ്രിഡിൽ നിന്ന് മാത്രമേ മാറ്റിയുള്ളൂ. അതിന് കാരണം ഉണ്ടായിരുന്നോ? അത് പുള്ളിക്കാരി പ്രൊഫൈലല്ലേ, പുള്ളിക്കാരിക്ക് മാറ്റാലോ. അല്ല, അതിനെ വെച്ച് ഒരുപാട് ന്യൂസുകൾ കാരണം ഉണ്ടോ? ഇതാണ് പ്രശ്നം. ഒരാളുടെ പ്രൊഫൈൽ യൂസ് ചെയ്യുമ്പോൾ അയാൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തുകൂടെ? ഇപ്പം ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല, നാളെ ഞങ്ങൾക്ക് ഒരു ഫോട്ടോ കണ്ടിട്ട് അത് വേണ്ട, അത് പ്രൊഫൈൽ ഗ്രിഡിൽ കിടക്കണ്ടെന്ന് പറഞ്ഞ് റിമൂവ് ചെയ്താൽ ഞങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുന്നതാണോ അതിൻ്റെ അർത്ഥം? ഇല്ലല്ലോ. ഇപ്പോഴും റോബിനെ ആളുകൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ? അല്ല, ആളുകൾ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് കുറച്ച് പേര് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, ഉറപ്പാണ്. അതെനിക്കറിയാം. ഒബ്വിയസ്ലി. കാരണം സോഷ്യൽ മീഡിയയിലാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ മാങ്ങയുള്ള മാവിലെ കല്ലെറിയത്തുള്ളൂ. അത് തന്നെയാണ് നടക്കുന്നത്. ഇവരൊക്കെ എല്ലാവർക്കും എൻ്റെ പേര് യൂസ് ചെയ്തേ പറ്റൂ, മനസ്സിലായില്ലേ? കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞാൽ വീഡിയോസ് ചെയ്യുന്നതെന്ന് ഞാൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, മോശം കാര്യങ്ങളൊന്നും പറയത്തില്ല. വീഡിയോസ് ചെയ്യുന്നത് നമുക്ക് സന്തോഷമായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഇത് ലൈക്ക് ഇപ്പോൾ ഞാൻ ഒരു സംഭവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനനുസരിച്ച് ഇങ്ങനെ അത് മാനിപ്പുലേറ്റ് ചെയ്ത് തിരിച്ച് മറിച്ച് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ അവർ ഇനിയിപ്പോൾ വീഡിയോ ഇടും, അതെന്താ അങ്ങനെ പറഞ്ഞാൽ, അപ്പോൾ അയാളെ പറ്റി അടുത്ത യൂട്യൂബർ പോയി പറയും. ഇതൊരു ഞാൻ പറയാം, അതാണ് യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പം ഇപ്പം ബ്രോ ഇപ്പം ഒരു ആപ്പിൾ കഴിച്ചു, ഞാൻ വന്നിട്ട് പറയുന്നു ബ്രോ കഴിച്ച ഓറഞ്ച് എന്ന് പറയുമ്പോൾ വേറൊരാൾ പറയും അവൻ ആപ്പിളാണ് കഴിച്ചതെന്ന് ഞാൻ കണ്ടു. അപ്പം വേറൊരാൾ വന്നിട്ട് പറയും ഇവൻ എന്തിനാ ഓറഞ്ച് കഴിച്ചെന്ന് കള്ളം പറഞ്ഞ സംഭവം. ഇതൊരു ചെയിന അവരെ കണ്ടന്റ് വേണം, കണ്ടന്റ് വെച്ച്. ആരതിപ്പൊടി ഡോക്ടർ റോബിൻ കല്യാണം ഉടനെ കാണുമോ? ഉണ്ടാവും. ഞാൻ ഡേറ്റ് കറക്റ്റ് പറയുന്നില്ല, എല്ലാം ഇത് ചെയ്തിട്ട് മാത്രം ഞങ്ങൾ തന്നെ വന്ന് പറഞ്ഞോളാം. അത് ഒരുപാട് നേരത്തെ ഒന്നും പറയത്തില്ല, അടുക്കാറാകുമ്പോൾ, വളരെ അടുക്കാറാകുമ്പോൾ മാത്രമേ ഞങ്ങളിത് പറയത്തുള്ളൂ. അങ്ങനെയാണ് ഞങ്ങളുടെ ഫാമിലിയുടെ തീരുമാനം. അതുപോലെ തന്നെ ഭയങ്കര ചർച്ചാ വിഷയമായിട്ടുള്ളൊരു വ്യക്തിയാണ് പനമേര. അതിൻ്റെ എന്തായി? പനമേര ഞാൻ പറഞ്ഞില്ല, ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പനമേര എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ളൊരു വണ്ടിയായിരുന്നു. അതിൻ്റെ ഒരു ഇഷ്ടം കുറഞ്ഞു സത്യം പറഞ്ഞാൽ, മനസ്സിലായില്ല? കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഒരുപാടങ്ങ് നമ്മളെ വെറുപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇഷ്ടം കുറേ അങ്ങ് പോവും. പിന്നെ അവിടെ ദുബൈയിലുള്ള ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ റേറ്റ് കുറഞ്ഞ് എന്ത് ചെയ്യും. എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഒരു എഞ്ചിനീയർ ഉണ്ട്, അപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ യൂസ്ഡ് കാറിൻ്റെ ഇതിൻ്റെയൊക്കെ ഡീലറാണ്. അപ്പോൾ ആ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ ഒരു 10-12 ലക്ഷം രൂപയുടെ ഒരു സാധനം എന്ത് ചെയ്തു ആ സമയത്ത് ഞാൻ എടുത്തു. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്കതിൽ ലൈസൻസ് ഇല്ല. അപ്പോൾ ഞാനത് പുള്ളിക്കാരനാണ് ക്യാഷ് കൊടുത്തിട്ട്, പുള്ളിക്കാരൻ അവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്, മനസ്സിലായില്ലേ? പുള്ളിക്കാരനാണ് അവിടെ യൂസ് ചെയ്യുന്നത്, അബുദാബിയിലുണ്ട് വണ്ടി. അപ്പോൾ എനിക്ക് എപ്പോഴെങ്കിലും പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാം. പിന്നെ ഞാൻ മോസ്റ്റ്ലി വരുമ്പോൾ ദുബൈയിലാണ് ഉള്ളത്. അപ്പോൾ ദുബൈ ടു അബുദാബി എന്ന് പറയുമ്പോൾ 1.5 മണിക്കൂർ ട്രാവൽ എന്തുണ്ട്. ഞാൻ വരുന്നത് ഒരു 4-5 ദിവസത്തേക്കാണ് വരുന്നത്, അല്ലെങ്കിൽ കുറച്ച് ദിവസം നിൽക്കുമ്പോൾ എനിക്ക് അതിനുവേണ്ടി അവിടെ പോയി തിരിച്ചു വരാനും പറ്റില്ല. പിന്നെ ലൈസൻസ് ഇല്ലാതെ വണ്ടി അവിടെ ഓടിക്കാനും പറ്റില്ല. ഇനി അത് ഓടിച്ചു കഴിഞ്ഞാലോ അവന് ലൈസൻസ് ഇല്ലാതെ എങ്ങനെ അത് എടുത്തു എന്നുള്ള രീതിയിലും വരും. പലർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ വണ്ടി ആരുടെ പേര് രജിസ്റ്റർ ചെയ്തു, എന്താ സംഭവം എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ക്ലോസ് ഫ്രണ്ടിൻ്റെ പേര് ഞാൻ തന്നെയാണ് ഫണ്ട് ഇത് ചെയ്തത്. അവർക്ക് അതൊരു കൊളാബ് ഇട്ട് കൊടുത്ത് പ്രൊമോഷനും ഞാൻ എന്ത് ചെയ്തു കൊടുത്തു. പിന്നെ
അതല്ലാതെ എനിക്ക് ആ ആഗ്രഹത്തിന്റെ പേരില്ല ഞാൻ പഠിച്ചത്. ശരിക്കും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി അത്ര ആരവങ്ങളുടെ മുമ്പിൽ ഒരു പക്ഷെ ജാട കളിച്ച് നിന്നിരുന്നെങ്കിൽ ഇത്തരം വിമർശനങ്ങൾ വരത്തില്ലായിരുന്നു തോന്നുന്നുണ്ടോ? ഞാൻ ഫേക്ക് ആയിട്ട് നിന്നിരുന്നെങ്കിൽ ഇത്രയും വിമർശനങ്ങൾ എനിക്ക് വരത്തില്ലായിരുന്നു, ഇത്രയും കാര്യങ്ങൾ എനിക്ക് പ്രശ്നമില്ലായിരുന്നു, ഒരു കാര്യം എനിക്ക് വരത്തില്ലായിരുന്നു. എനിക്ക് വേണമെങ്കിൽ എല്ലാവരും ചിരിച്ച് സമാധാനമായിട്ട് ഇങ്ങനെ ഇരുന്ന് ഒരു നല്ല കുട്ടിയായിട്ട് നല്ലവനായ ഉണ്ണിയായിട്ട് എനിക്ക് ഇരിക്കായിരുന്നു. പക്ഷെ അത് ഞാൻ ചെയ്തില്ല. ഞാൻ എങ്ങനെയാണോ എനിക്ക് ആ രീതിയിൽ തന്നെ ഇപ്പോഴും. കഴിഞ്ഞ ദിവസം ഞാൻ ഇപ്പം ഈ പ്രശ്നങ്ങൾ നടക്കുന്ന 1.5 വർഷം മുന്നേ ഞാൻ പറഞ്ഞു, ഇങ്ങോട്ടിട്ട് ചെയ്താൽ ഞാൻ തിരിച്ചിട്ട് കൊടുക്കും, തിരിച്ചു വന്നാൽ തിരിച്ചു വാങ്ങും, തിരിച്ചു വീണ്ടും കൊടുക്കും. ഇത് തന്നെയാണ്. അത് അന്ന് പറഞ്ഞ കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, ബ്രോ ഞാൻ ചോദിക്കുക, ഈ 5 പേർക്ക് അല്ലാതെ വേറെ ആരൊക്കെ എൻ്റെ അടുത്ത് വ്യക്തിപരമായിട്ട് പ്രശ്നം? വേറെ ആർക്കും പ്രശ്നമില്ല. ഞാൻ ചോദിക്കുക. പലരും പറയുന്നുണ്ട് ഈ 5 പേരെ അവോയ്ഡ് ചെയ്താൽ പോരായിരുന്നു എന്ന്. ആരും ചിന്തിക്കുന്നില്ല. ഇതേപോലെ ഒരു 10, 300, 500 പേര് എൻ്റെ അടുത്ത് വന്നാൽ എല്ലാവരും ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അതാർക്കും അറിയത്തില്ല. നമുക്ക് ഒരു സംഭവം പുതിയതായിട്ട് ഒരു ലോകം കാണുക. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ബിഗ് ബോസിന് മുന്നേ ഉള്ള ജീവിതം, ബിഗ് ബോസിന് ശേഷമുള്ള ജീവിതം, ഒരു ജന്മത്തിൽ 2 ജീവിതം ഞാൻ ചിന്തിക്കുന്നത്. 2 ജന്മങ്ങളായിരുന്നു റോബിന്റെ. അതെ, പിന്നെ 2 ജന്മം. ഒരു ജീവിതത്തിൽ ഒരു ജന്മത്തിൽ 2 ജീവിതം. ഒരു ജന്മത്തിൽ 2 ജീവിതം. ബിഫോർ ബിഗ് ബോസ്, ആഫ്റ്റർ ബിഗ് ബോസ്. മനസ്സിലായില്ലേ? ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ചെറിയൊരു ലോകവും കാര്യങ്ങളെല്ലാം. അത് കഴിഞ്ഞ് ഒരു 10-70 ദിവസം ഇതിനകത്ത് ലോകമേ കാണാതിരിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇറങ്ങുമ്പോൾ വേറെ ലോകം. അതാണ് ആക്ച്വലി ഞാൻ ചില സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. മനസ്സിലായില്ലേ? ചില കാരണം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. മനസ്സിലായി. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഒരുപാട് അതാണ് നമ്മൾ ഇനിയിപ്പം ഞാൻ ഏത് ഫ്രണ്ട്ഷിപ്പ് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഒരു 10,000 പ്രാവശ്യം ആലോചിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ, അതെടുക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ 5 പേരല്ല, ഇനി ആരൊക്കെ വന്നാലും എല്ലാവരുടെ ഞാൻ ഒരു ഡിസ്റ്റൻസ് വെക്കും ബ്രോ. കാരണം ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും. മനസ്സിലായില്ല? അങ്ങനെ പേടിച്ചാലേ നമുക്ക് കാര്യമുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ കുറേ ജീവിതാനുഭവങ്ങൾ തന്നല്ലേ? ഇഷ്ടം പോലെ കുറേ പാഠങ്ങൾ തന്നു. പിന്നെ ഒരുപാട് പാഠങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. എന്തൊക്കെ പഠിച്ചു ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട്? എല്ലാവരെയും വിശ്വസിക്കരുത്, കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നുള്ള ഒരു കാര്യം പഠിച്ചു. ക്ഷമ വേണമെന്നുള്ള കാര്യം പഠിച്ചു. പിന്നെ ചില കാര്യങ്ങൾ 10 പ്രാവശ്യം ചിന്തിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ എന്ന് മനസ്സിലാക്കി. എടുത്തിയാട്ടം പിന്നെ എടുത്താട്ടം ഭയങ്കര എടുത്തിച്ചാട്ടമുള്ള ഒരാളായിരുന്നു. അത് കുറേയൊക്കെ ഇത് ചെയ്തു. പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, പിന്നെ അല്ലാത്ത കുറേ ഒരു നോർമൽ ലൈഫിലുള്ള ചില തെറ്റുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ അതിനെ ആവർത്തിക്കാൻ പാടില്ല. നമുക്ക് പ്രയോറിറ്റി ആർക്കൊക്കെ കൊടുക്കണം, അവരുടെ സന്തോഷം നമ്മൾ നോക്കണം എന്നൊക്കെ ഉള്ള കാര്യമൊക്കെ ഞാൻ പഠിച്ച ഒരു കാര്യമാണ്.